നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂൺ 2025 NTA UGC നെറ്റ് എക്സാം മലയാളം ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ട ഒരു ചോദ്യമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഈ തത്വം ആരോട് പറയുന്നതാണ്? അപ്പോൾ ഇത്തരം ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു എഴുത്തിന്റെ സ്വഭാവ സവിശേഷതകൾ പുലർത്തുന്നത് ഏത് കവിയായിരിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ എന്ന ചോദ്യത്തിന് ആരോട് പറയുന്നു എന്നതിൻ്റെ ഓപ്ഷൻ തന്നത് ഇതിലേതാണ് നോക്കാം. അതായത് ദശരഥൻ ശ്രീരാമനോട്, കൈകേയി ഭരതനോട്, ശ്രീരാമൻ ലക്ഷ്മണനോട്, വിഭീഷണൻ രാവണനോട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ആരോട് പറഞ്ഞു? അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികളാണ് തന്നിരിക്കുന്നത്. അതിൽ ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇത് ദശരഥൻ ശ്രീരാമന് ഒരു ഉപദേശം നൽകിയതാണോ, അതോ കൈകേയി ഭരതന് ഒരു ഉപദേശം നൽകിയതാണോ, ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണോ, അതോ വിഭീഷണൻ രാവണന് നൽകുന്ന ഉപദേശമാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചറിയാം, അവര് എല്ലാ വർഷവും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്, 10ാം ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കുറച്ച് വരികൾ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ലക്ഷ്മണ സാന്ത്വനത്തിലെ അവസാനത്തെ വരികളിൽ പെടുന്നതാണിത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. അതായത് നമ്മൾ ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാചഞ്ചലങ്ങളാണ്, നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്നതാണ്, അല്ലേ? ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ആയുസ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വരികൾ കേൾക്കുമ്പോൾ തന്നെ എഴുത്തച്ഛൻ്റെ തത്വചിന്തയാണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഇത്തരം ഒരു കാര്യം ഏത് സാഹചര്യത്തിലായിരിക്കും പറഞ്ഞിരിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. അതായത് നമുക്കറിയാം വനവാസത്തിന് തൊട്ടു മുമ്പ് ശ്രീരാമന്റെ പട്ടാഭിഷേക വാർത്തയൊക്കെ വളരെയധികം നല്ല രീതിയിൽ കൊണ്ടാടിയിരുന്ന ഒരാളാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ ഈ പട്ടാഭിഷേകം മുടങ്ങിയതും വനവാസത്തിന് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മണന് ഭയങ്കര ദേഷ്യമായി, അത്യധികം കുപിതനായി. ലക്ഷ്മണനെ അവിടെ നിയന്ത്രിച്ചു നിർത്താൻ അവിടെ ആർക്കും പറ്റാതായി. അപ്പോഴാണ് ശ്രീരാമൻ കുറേയധികം കാര്യങ്ങൾ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്. ഇത് എഴുത്തച്ഛൻ ലോകത്തിനു കൂടി നൽകുന്ന ഉപദേശങ്ങളാണ്. അതായത് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നും പലപ്പോഴും ചോദ്യം കാണാറുണ്ട്. NTA UGC ഇതിനു മുമ്പുള്ള നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഇത് ആരോട് പറഞ്ഞു? അതും ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ്. കാരണം കുപിതനായി നിൽക്കുന്ന ലക്ഷ്മണനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആക്കേണ്ട ഒരു ചുമതല അവിടെ ശ്രീരാമനാണ്. അപ്പൊ ശ്രീരാമൻ ലക്ഷ്മണന്റെ അടുത്ത് ഉപദേശിക്കുവാണ്. അതായത് ഈ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പിന്റെ വായിലകപ്പെട്ട തവള എനിക്ക് ഭക്ഷണം വേണേ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ കാലമാകുന്ന ആ ഒരു പാമ്പിന്റെ അകത്ത് പെട്ടിരിക്കുന്ന നമ്മളും സുഖഭോഗങ്ങളിൽ ചെന്നുപെടുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാണ്. അപ്പോൾ ഇവിടെ വീണ്ടും അവസാനം പറയുന്നു, ക്രോധം നീ ശമിപ്പിക്കണം, ക്രോധം കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഈ ഭോഗങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് വളരെ സമന്വയത്തോടുകൂടി തന്നെ പക്വതയോടുകൂടി തന്നെ ഇവിടെ ഈ ഒരു കാര്യത്തെ നേരിടണം എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് കിട്ടി, അല്ലേ? ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ എഴുത്തച്ഛൻ വളരെ കൃത്യമായിട്ട് ലോകത്തിന് നൽകുന്ന ഒരു ഉപദേശം കൂടിയാണത്. അപ്പൊ ശ്രീരാമൻ ലക്ഷ്മണനോടെന്നുള്ളതാണ് ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ പ്രാചീന കവിത്രയത്തെക്കുറിച്ചും ആധുനിക കവിത്രയത്തെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും അറിയേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാവുന്നത്.
നിർബന്ധമായിട്ടും നമ്മൾ ഈ പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, അവർ ലോകത്തിന് നൽകിയ സംഭാവനകൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. ഉറപ്പായിട്ടും UGC നെറ്റ് എക്സാം ചോദ്യങ്ങളിലെല്ലാം തന്നെ ഈ പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയവർക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അല്ലേ. അപ്പൊ ഇത്തരത്തിൽ വരികൾ തന്നിട്ട് ഇത് ആരോട് പറഞ്ഞു, അല്ലെ ആരുടെ കൃതിയാണ് എന്നൊക്കെയുള്ളത് ചോദ്യം കണ്ടിന്യൂസ് വരുന്നതാണ്. പിന്നെ വേണമെങ്കിൽ എഴുത്തച്ഛൻ്റെ ഒക്കെ രചനാ രീതി കണ്ടിട്ട് ചോദിക്കാം ഇത് ആരുടേതാണ്. രചനാ രീതികളെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം, എഴുത്തച്ഛൻ്റെ രചനാ സവിശേഷതകളെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാര്, ചെറുശ്ശേരി, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ നമ്മൾ നിർബന്ധമായിട്ടും അവരുടെ കൃതികളെക്കുറിച്ചും രചനാ സവിശേഷതകളെക്കുറിച്ചും പഠിച്ചിരിക്കുക എന്ന് നിങ്ങളോടൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ പഠനം തുടരുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.